ഷോൺ, ഇപ്പോൾ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കും, ആ നിലപാട് തുടരും എന്നുള്ളതാണ് ഇപ്പോൾ CPM-ന്റെ പ്രതികരണം. അത് വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളിപ്പോൾ ബി.ജെ.പി ഇപ്പോൾ സഭകളുടെ അല്ലെങ്കിൽ ബിഷപ്പുമാരുടെ രക്ഷകരായി ഒരു നിലപാട് അങ്ങേപ്പോലുള്ളവർ പ്രതികരിക്കുമ്പോൾ, പക്ഷേ ആക്രമണങ്ങൾ വടക്കേ ഇന്ത്യയിൽ തുടരുകയാണല്ലോ. ഇപ്പോൾ ഛത്തീസ്ഗഡ് കഴിഞ്ഞ് അടുത്തത് ഒഡീഷയിൽ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ അതിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇവിടെ ആദ്യം കേരളത്തിൽ നിന്ന് തുടങ്ങാം, അത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലേക്ക് പോവാം. ആദ്യം ഇവിടെ കേരള സംസ്ഥാനത്ത് CPM സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നോർത്ത് ഇന്ത്യയിലോട്ടൊന്നും പോകണ്ടല്ല. കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാർക്കെതിരെയും രൂപതകൾക്ക് നേരെയും ഇവർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, ഇവർ എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇവിടുത്തെ പിതാക്കന്മാർക്ക് വേണ്ടി പിതാക്കന്മാർക്കെതിരെ ഇന്നടക്കം ഡിവൈഎഫ്ഐയും CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ സ്വീകരിച്ച നിലപാടുകൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യയിലോട്ട് പോയാൽ പോരെ. ഇവിടെ തന്നെ ആവശ്യം വിഷയങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഏതൊരു വിഷയത്തെയും ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങൾ ഞങ്ങൾ കൃത്യമായി ഇനിയും ഇത്തരത്തിലുള്ള, ഞാൻ ഇപ്പോഴും തുറന്നു പറയുന്നു, ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാകാം. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളാൽ കഴിയുന്ന എന്താണ്, അവരുടെ പരാതി ന്യായമാണെങ്കിൽ ആ പരാതിക്കൊപ്പം നിൽക്കാൻ, അതിനോടൊപ്പം നിന്ന് അവർക്ക് നീതി നേടിക്കൊടുക്കാൻ ഞങ്ങളത് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പാർട്ടിക്ക് ഒരു സമീപനം അതാണ് പൊതുവേ എന്നുള്ള കൂടിയല്ലേ അതിന്റെ അർത്ഥം? അല്ലല്ല, ഞാൻ ഇപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കേൾക്കുന്നില്ല ഷോൺ. ഷോൺ ഒന്നുകൂടെ പറയാമോ? ഈ മഹാരാജ്യത്ത് സംഭവിച്ചിട്ടില്ല. ഇതാ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം സംഭവിച്ച കാര്യങ്ങളാണോ? അല്ലല്ല, അതായത് നിങ്ങൾ ക്രിസ്ത്യൻ വോട്ട് നേടാനുള്ള ശ്രമം നടത്തുകയും ഇവിടെ സഭയെ അങ്ങോട്ട് ചെന്ന് കാണുകയും ഒരു നിങ്ങൾ തമ്മിലൊരു കൂട്ടുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അപ്പുറത്ത് നിങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവരുടെ ആക്രമണം അവർക്ക് നേരെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇരട്ടത്താപ്പാണെന്നുള്ള വിമർശനം സ്വാഭാവികമായും വരും. അവിടെയാണ് BJP-യും നരേന്ദ്രമോദിയും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, 55 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന ഛത്തീസ്ഗഡിൽ നിന്നും അവരെ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുണ്ടല്ലോ രണ്ട് വ്യക്തികൾ. അവരാരാണെങ്കിലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അവർക്ക് നീതി ലഭ്യമാകണം എന്നതുകൊണ്ട് എടുത്ത നിലപാട് BJP അങ്ങനെ ലാഭം നോക്കി എടുക്കുകയാണെങ്കിൽ ഈ നിലപാട് BJP എടുക്കൂ. അത് കേരളത്തിൽ ലാഭം നോക്കിയിട്ടാണ്, അതാണ് വിമർശനം. അപ്പോൾ ഛത്തീസ്ഗഡിൽ നഷ്ടമില്ലേ? അല്ല, ഛത്തീസ്ഗഡിൽ പ്രത്യേകിച്ച് ലാഭമില്ലാത്തതുകൊണ്ടാണല്ലോ ആക്രമണം നടക്കുന്നത്. അല്ല, ഛത്തീസ്ഗഡിൽ ഈ എടുത്ത നിലപാട് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് അവിടെ BJP ഈ സിസ്റ്റർമാർക്ക് അനുകൂലമായി എടുത്ത നിലപാടിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ നിൽക്കുകയാണ് കോൺഗ്രസ് അവിടെ. സ്വാഭാവികമല്ലേ ഷോൺ? നിങ്ങൾ ചെയ്യുന്നതും രാഷ്ട്രീയം, അവർ ചെയ്യുന്നതും രാഷ്ട്രീയം, വോട്ടാണല്ലോ ആത്യന്തികമായി. അവര് ചെയ്യുന്ന സ്വാഭാവിക രാഷ്ട്രീയത്തെ, ഞങ്ങളുടെ രാഷ്ട്രീയം പോലും 55 MLA-മാരുള്ള ഛത്തീസ്ഗഡിൽ ഞങ്ങൾ എടുത്ത നിഷ്പക്ഷ നിലപാടിനെ നിങ്ങൾ എന്തുകൊണ്ട് അഭിനന്ദിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ഞങ്ങളുടെ അവിടെ നിങ്ങളുടെ സർക്കാരിനാലാണ് അവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഷോൺ. നിങ്ങളുടെ സർക്കാരിനാലാണ് അവിടെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നത് ഷോൺ. അല്ല, നിങ്ങളുടെ സർക്കാരിനാൽ എന്ന് പറഞ്ഞ മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ആ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? അവരെടുത്ത നിലപാട് ശരിയാണെന്ന് തെളിയിക്കാൻ ആ സർക്കാർ ഇട്ട ഒരു FIR ശരിയാണെന്ന്, അല്ലെങ്കിൽ അവരെ ഉറച്ചു നിന്നാൽ ആ കന്യാസ്ത്രീമാർക്ക് 10 മാസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടുമോ? അതാണ് പറഞ്ഞത്. നിങ്ങൾ ഇടപെട്ടത് എന്തുകൊണ്ടാണ്? ഇവിടെ നിങ്ങൾക്കത് വോട്ടായതുകൊണ്ടാണ്. അല്ലല്ല, ഞങ്ങൾ ഇടപെട്ടപ്പോ ഇത് മാത്രമല്ല, ഇതിനു മുമ്പും നിങ്ങൾ ആരും അറിയാമോ, നിങ്ങൾ CBCയിൽ അന്വേഷിക്കൂ, KCBCയോട് അന്വേഷിക്കൂ. ഈ വർഷം സമാനമായ 6 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇടപെട്ട വിഷയങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും പത്രസമ്മേളനം നടത്തി കോൺഗ്രസ്സുകാരെ കുറിച്ചോ CPM-മാരെ കുറിച്ചോ അവർ കാണിക്കുന്ന പോലെ ഞങ്ങൾ ചെയ്തോ? നിങ്ങൾക്കറിയാമോ ഇതിനു മുമ്പ് 6 വിഷയങ്ങൾ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടെന്ന്? ഇപ്പോൾ ഇത് പറയേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്, അല്ലെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ, ഞങ്ങളുടെ മുമ്പിൽ പരാതിയായി ലഭിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഇനി ഇടപെടും, ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഇനി നോർത്ത് ഇന്ത്യയിൽ ഇങ്ങോട്ട് വരാൻ സമയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ സ്ഥാപിക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളപ്പോൾ അതെങ്ങനെയാണ് ഷോൺ? അതിനുശേഷമല്ലേ ഒഡീഷ ഉണ്ടായത്? അല്ല, ഞാൻ ഒഡീഷയിൽ എന്താ സംഭവിച്ചത്? ഒഡീഷയിൽ കൃത്യമായ പോലീസ് നടപടി ഉണ്ടായില്ലേ? പോലീസ് അവർ FIR ഇട്ടില്ലേ? ഈ FIR ഇടുകയാണോ എന്നുള്ളതല്ലോ, ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ പ്രശ്നം. നോക്കൂ, കന്യാസ്ത്രീകളെ വേഷമിട്ട് നടക്കാൻ പറ്റുന്നില്ല, കൊന്ത പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, ബൈബിള് കണ്ടാൽ ഹാലിളകുന്നവരാണ് അവിടെയുള്ളത്. ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കാം. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം വന്നാണോ ഈ പ്രശ്നങ്ങൾ? അതിനുശേഷമാണ് കൂടിയത്. കണക്കുണ്ട്. അയ്യോ, ക്ഷമിക്കുക, ഞാൻ ഒന്നും സംസാരിക്കാനില്ല. അതിനു മുമ്പ്
ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിൽ ഒരു വിഷയങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ നിൽക്കുള്ളൂ. ഞാൻ 98 മുതലാണ് കൂടിയത്. 98 മുതലാണ് ഈ രൂപത്തിലുണ്ടായത്. ഗ്രഹാം സ്റ്റെയിന്റെ ആക്രമണം എപ്പോഴായിരുന്നു? അല്ല 98-ൽ ഗ്രഹാം സ്റ്റെയിന് നേരെ നടന്ന ആക്രമണം എപ്പോഴായിരുന്നു? അല്ല എത്ര വർഷക്കാലം BJP ഭരിച്ചു? അതെ, ആ BJP ഭരണത്തിൽ വന്നപ്പോഴാണ് അത് തുടങ്ങുന്നത്. 98-99 ശേഷം 2014 വരെ നോക്കൂ, ഇത് സഭ നടത്തിയ കണക്കെടുപ്പാണ് ഷോൺ. ഇത് സഭ തന്നെ നടത്തിയ കണക്കെടുപ്പാണ്. നിങ്ങളുടെ ഭരണകാലയളവിൽ എത്രത്തോളം ആക്രമണങ്ങൾ കൂടി എന്നതിന്റെ കണക്ക്. UPA ഭരിച്ചപ്പോൾ നിങ്ങൾക്കാർക്കും ഈ പ്രശ്നമില്ല. അല്ല, UPA ഭരിച്ചപ്പോഴല്ല ആക്രമണങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നത്. നമുക്കൊന്ന് കണക്കെടുക്കാം. സഭയെടുത്ത കണക്കാണ്, ഒന്ന് പരിശോധിച്ചാൽ മതി. ഈ കഴിഞ്ഞ 11 വർഷക്കാലം ഞങ്ങളെ മുസ്ലിം വിരോധികളായി നിങ്ങൾ ചിത്രീകരിച്ചു. എത്ര മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കഴിഞ്ഞ 11 വർഷത്തിൽ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന അതിനാണല്ലോ. എത്ര മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്? അത് ശരി. ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ ക്രൈസ്തവർ BJPക്ക് അനുകൂലമാകുന്നത് ഞങ്ങൾ കേക്ക് മേടിച്ചുകൊണ്ട് പോകുന്നോണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കേക്ക് മേടിച്ചുകൊണ്ട് പോകുന്നോണ്ടല്ല. അത്രയൊന്നും തരം ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കും. ഒന്ന് പറഞ്ഞു പൂർത്തിയാ. ഇവിടെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ക്രൈസ്തവ സഭ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവിടെ നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെന്റ് അത് കൃത്യമായി ക്രൈസ്തവ സഭയെ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ചുകൊള്ളതാണ്. അതായിരുന്നു നിങ്ങളുടെ തന്ത്രം. അതിലാണ് നിങ്ങൾ ഐക്യപ്പെട്ടത്. ഐക്യപ്പെടലാണ് അപകടമായി എന്ന് ഇപ്പോൾ പലരും തിരിച്ചറിയുന്നത് എന്നാണ് പ്രതികരണങ്ങൾ മനസ്സിലാവുന്നത്. ഷോൺ ഒന്ന് പറഞ്ഞു പൂർത്തീകരിക്കാൻ ആരെങ്കിലും ഒന്ന് സമ്മതിക്കും പ്ലീസ്. അപ്പോ അതിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന ക്രൈസ്തവ സഭയ്ക്ക് മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ പാലാ പിതാവിനെതിരെയുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ ഭീഷണിയായി വന്നപ്പോ അതിന് BJPയെ ഉള്ളൂ ഇനി സഭയെ സഹായിക്കാനെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. അതിന് അസ്വസ്ഥപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അത് എത്ര പേര് അസ്വസ്ഥപ്പെട്ടാലും അത് അസ്വസ്ഥത വെറുതെയാണ്. അവിടെ 100% ക്രൈസ്തവ സഭയിൽ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. ലവ് ജിഹാദ് കോടതി തള്ളി. ഇപ്പോൾ അതേ ആരോപണം സഭയ്ക്ക് നേരിടേണ്ടി വരികയാണ്. ലവ് ജിഹാദ് എന്ന രൂപത്തിലല്ല, മതപരിവർത്തനം എന്ന രൂപത്തിൽ. നോക്കൂ ഷോൺ, ഇപ്പോൾ എവിടെയാണ് സുരേഷ് ഗോപി? ഞങ്ങളൊരു നടനെ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടിരുന്നു, കാണാനില്ല എന്ന് പറഞ്ഞത് സഭയാണ് കേട്ടോ. ഈ പ്രതിപക്ഷം ആ പറഞ്ഞ വ്യക്തിയുടെ, ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആ പറഞ്ഞ വ്യക്തിയുടെ ഇലക്ഷന്റെ റിസൾട്ട് 2024 ഇലക്ഷന്റെ റിസൾട്ടിന്റെ ദിവസം 6000 വോട്ട് നരേന്ദ്രമോദിജി പുറകിലാണെന്ന് പറഞ്ഞപ്പോ ആ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് 1 മിനിറ്റത്തെയോ ഉള്ളെങ്കിലും ഇത് കാണുമ്പോൾ ഒരു സുഖമാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത ആ വ്യക്തി എന്ത് പോസ്റ്റ് ചെയ്താലും ഞങ്ങൾ അതിനെ അർഹിക്കുന്ന. അല്ല, പക്ഷേ ഇനിയിപ്പോ പലതും പോസ്റ്റ് ചെയ്യേണ്ടി വരും ഷോൺ. ഇപ്പൊ പലയിടത്തും വോട്ട് എങ്ങനെയായി എന്ന് പരിശോധനയിലേക്ക് കിടക്കുകയല്ലേ? അല്ല അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ നോക്കിയോളാം. ഞങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കിയിട്ട് കാര്യമില്ലെന്നേ, ജനമെല്ലാം പരിശോധിക്കണം, ജനത്തിന് അറിയണമെന്നാണ് പറയുന്നത്. ജനം പരിശോധിക്കുന്നുണ്ട്, ജനത്തിന് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളത് ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ, സഭയ്ക്കും ബോധ്യമുള്ള കാര്യങ്ങളിൽ ഇനിയും കുത്തിത്തിരിപ്പുമായിട്ട് ആര് നടന്നാലും വിലപ്പോവില്ല. ശരി, വളരെ നന്ദി ഷോൺ ജോർജ് പ്രതികരിച്ചതിന്.